السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم. أما بعد، اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. آمين. ഫിർസത്തു സഹോദര സഹോദരിമാരെ, അന്നൂർ ബാരി ദുറൂസുറോ അഖീദ ക്ലാസ്സിൽ ಇದರ ಮುನ್ನಲ್ತ ಕೊರಿಯ ಕ್ಲಾಸ್ಲಿ പഠിച്ചപോലത്തെ വിഷയത്തെ ഞാനൊന്ന് ചുരുക്കമായിട്ട് നിങ്ങൾ മുതൽ ചെല്ലറ. അതായത് ഇതിന് മുന്നിൽ ചെന്നെങ്കിൽ ഒരു 2-3 ക്ലാസ്. അതായത് ഞങ്ങൾ കണ്ട വിഷയം എന്താ ചെന്നെങ്കിൽ ഇടീ ഭൂമിയുടെ മേല് അതേപോലെ എല്ലാ കാലത്തിലും ശരിക്ക് സംഭവിക്കുള്ള പോലത്തെ എല്ലാ താണ്ടി വലിയ കാരണം അത് സ്വാലിഹീങ്ങളെ വിഷയത്തിൽ അമ്പ്യാക്കന്മാർ മൗലിയാക്കന്മാರ വിഷയത്തിൽ മിತಿമീരി പോണ്ടതೈತಿಂತ. ಅದೇ ಐತಿಂತ ಇಡೀ ಭೂಮಿಲಿ ಫಸ್ಟ್ ಶಿರ್ಕ್ ಸಂಭವಿക്കുമല്ലോ എല്ലാ തൻ്റെ വലിയ കാരണം. അതിൽ പിന്നെ രണ്ടാമത്തേത് ഞങ്ങൾ പഠിച്ചത് ആ സ്വാലിഹീങ്ങളെ വിഷയത്തിൽ മിതിമീറൽ സംഭവിച്ചത് അതൊരു പ്രത്യേകമായ രൂപത്തിലൈത്തിക്കറ്. അതായത് അങ്ങനെ ഖബറിന്റെ മുഖാന്തരം ಐತಿക്കറ് സ്വാലിഹീങ്ങളെ വിഷയത്തിൽ മിതിമീറൽ സംഭവിച്ചത്. അപ്പൊ ಅದರ ಕಾರಣത്താൽ ಇದರ മുന്നത്തെ ക്ലാസ്സിൽ നാം കണ്ടതೈತಿക്കറ് ಅದರ കാരണത്താൽ ಐತಿക്കറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിന്റെ വിഷയത്തിൽ നമുക്ക് ಬೇರೆ ಬೇರೆ ನಮ್ತು ಪಡಿಪಲ್ಲಂ ಪಡಿಬಾಟೆದೈತಿಕ್ಕರ್. ഒന്നാമത്തേത് ഖബർ എങ്ങനെ ഇക്കോന്നു ചെല്ലറത്. ഖബർ എങ്ങനെ ഇക്കോന്നു ചെല്ലറതും അതേപോലെ ഖബർക്ക് സംബന്ധപ്പെട്ട് ಬೇರೆ ಬೇರೆ ಅಂತ വിഷയം നാം കണ്ടതൈതിക്കർ. രണ്ടാമത്തേത് ഖബറിന്റെ മുട്ട അള്ളാഹുര ഇബാദത്ത് എടുക്കുന്ന വിഷയത്തിൽ ആ ഖബറിന്റെ ഇബാദത്ത് എടുക്കറല്ല, ബദലേ ഇത് ഖബറിന്റെ മുട്ട അള്ളാഹുര ഇബാദത്ത് എടുക്കുന്ന വിഷയത്തിൽ എത്രയും ശക്തമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് വാർണിംഗ് ആക്കിയത് ചെല്ലറതും നാം കണ്ടതൈത്തിക്കർ. അതെല്ലാം എന്ത് കൈത്തിക്കർ വാർണിംഗ് ആക്കിയത് എന്ത് ചെന്നെങ്കിൽ അതെ ഞങ്ങൾ ഇപ്പം ചെന്ന പോലെ എല്ലാ കാലത്തും ഷിർക്ക് സംഭവിച്ചത് സ്വാലിഹീങ്ങളെ മുഖാന്തര, അതായത് അങ്ങനെ ഖബറിന്റെ മുഖാന്തര ಐತಿക്കർ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊണ്ടുത്തു ആ ഖബറിന്റെ മുട്ട അള്ളാഹുര ഇബാദത്ത് എടുക്കുന്ന വിഷയത്തില് എത്ര ശക്തമായിട്ട് ലാനത്തിട്ടതും അതേപോലെ അങ്ങ് എല്ലാ തന്നെ ഷെറായോ സിസ്റ്റിമാർ ചെന്നതെല്ലാം ഞങ്ങൾ ഇതിനു മുന്നിൽ കണ്ടതൈത്തിക്കറ. സിസ്റ്റിമാർ എല്ലാ തന്നെ ഷെറായ അങ്ങ് ಐತಿക്കറ. ഇനി ഇണ്ടത്തെ ഒരു ക്ലാസ്സിൽ ഞങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പോലത്തെ വിഷയം എന്താ ചെന്നെങ്കിൽ അപ്പൊ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരെല്ലാം ആ ഖബറിന്റെ വിഷയത്തിൽ ഉമ്മത്തിക്ക് വാർണിംഗ് ആക്കിത്തും ആ ഖബറിന്റെ മുട്ട അള്ളാഹുര ഇബാദത്ത് എടുക്കുക തീരാ ചെന്തും ആൽമാർ എന്താക്കുറാറ്, ആൽമാർ എന്തായാലും ആ ഖബറിന്റെ വിഷയത്തിൽ സ്വാലിഹീങ്ങളോ ഖബറിന്റെ വിഷയത്തിൽ മിതിമീറാറ് ചെല്ലറത് അതെന്തായെങ്കിൽ സംഭവിക്കോ പോണ്ട പോലത്തെ വിഷയത്തിക്കർ. എന്താ ചെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതും ഞങ്ങൾക്ക് ഹദീസിൽ ചെന്ന പോലത്തെ വിഷയത്തിക്കർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് തടങ്ങി തിന്നെങ്കും ആൽമാർ ആൽമാർദിൽ കൊറേ ആൽമാർ ಅದಕ್ಕೆ ബോൾറാറ് ചെല്ലറത് അതൊരു യാഥാർത്ഥ്യ ಐತಿക്കറത്. അപ്പൊ ആൽമാർ ഇങ്ങനെ സ്വാലിഹീങ്ങളോ ഖബറിന്റെ വിഷയത്തിൽ മിതിമീറുമ്പത്തുകു, അതായത് അവിടെ അള്ളാഹുര ഇബാദത്ത് എടുത്തിട്ട് അതിൽ മിതിമീറുമ്പത്തുകു അത് മെല്ലെ മെല്ലെ ಐತಿ ಎಂದ್ರೈತಿ ತೀರ್ರಿ ಆ ഖബർ അത് അള്ളാഹുരൊട്ടിಗೆ ഇബാദത്ത് എടുക്കപ്പെടുற പോലത്തോ ഒരു വിഗ്രഹ ಐತಿ ತೀರ್ರಿ ചെല്ലറ പോലത്തെ വിഷയ ಐತಿക്കറ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ മുന്നിൽ വയ്ക്കാൻ ഉദ്ദേശിക്കരുത്. അതായത് വാപ്പസ് നാ ചെല്ലറ സ്വാലിഹീങ്ങളെ ഖബറിന്റെ വിഷയത്തിൽ മിതിമീറത്. ചിലപ്പോൾ ആ മിതിമീറൽ എന്തൈത്തിക്കും അവിടെ അങ്ങനെ ഇബാദത്ത് എടുക്കറല്ല, ബദലൈത്ത് അവിടെ അള്ളാഹുര ഇബാദത്ത് എടുക്കറും, അവിടെ പോയിട്ട് ദുആ എടുക്കറും, അല്ലെങ്കിൽ അവിടെ അറുക്കറും, അല്ലെങ്കിൽ അവിടെ പോയിട്ട് അള്ളാഹു നേർച്ചാക്കറും. ഇങ്ങനത്തോ ഇതെല്ലാം അവിടെ പോയിട്ട് അള്ളാഹു ഇബാദത്ത് എടുക്കരുത്, ഇതൊരു മിതിമീറൽ ಐತಿക്കറ അങ്ങനെ ഖബറിന്റെ വിഷയത്തിൽ. ഇങ്ങനെല്ലാം ആക്കരുത്. ആ ഖബർ എന്താക്കി തീർറ് മെല്ലമേ ക്രമേണ അതിൽ എന്താക്കി തീർറ് എന്താക്കി തീർക്കറ് ക്രമേണ അതിരോ ഒരു വിഗ്രഹ ആക്കി തീർക്കറ് ചിലർ പോലത്തോ വിഷയ ಐತಿക്കറ്. അതുക്കുള്ള ദലീൽ ಐತಿക്കർ ഞാൻ നിങ്ങളെ മുതലുണ്ട് ಬೇಕು ഉദ്ദേശിക്കരുത്. നോക്കൂ, അതുക്കുള്ള ദലീൽ ಐತಿക്കറ് ഇമാം മാലിക്കർ മുവത്തഅത്തിൽ ഇമാം മാലിക്കർ കിതാബായ മുവത്ത ചില കിതാബിൽ വന്ന പോലത്തെ ഒരു ഹദീസ് ಐತಿക്കർ. ഇത് സഹീഹ് ആയിട്ടുള്ള പോലത്തോ ഹദീസ് ಐತಿക്കർ. ഇതിൽ ഇമാം ബസാറും
ಅದೇ ಇಮಾಮ್ ಬೈಹಕಿയും ഇങ്ങെല്ലാം റിവായത്താക്കിയത് ಐತಿക്കർ സഹിയായ ഹദീസ് ಐತಿക്കർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ചെല്ലറി അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്. യാ അല്ലാഹ് ನಂಡ ಕಬರ್ರ ನೀನು ಇಬಾದತ್ತೆಡುಕಪೆಡ್ರ ಪೋಲ್ತವ್ರು ವಿಗ್ರಹ ಹಾಕಿ ತೀರ್ಕಂಡ ರಬ್ಬ. ಇದು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಅಲ್ಲಾಹರೊಟ್ಟಿಗೆ ದುವಾರ್ನವ್ರು ದುವಾ ಐತಿಕ್ಕರು. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಅಯಲ್ಲ ಬಿಸಿಯತ್ಲ ಆಲ್ಮಾರು ಶಿರ್ಕಾಕಿದ್ರ ಪೇಡ್ಸಿತ್ತು. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ದುವಾರ್ನವ್ರು ದುವಾ ಐತಿಕ್ಕರು. ಯಾ ಅಲ್ಲಾಹ್ ನಂಡ ಕಬರ್ರ ನೀನು ಇಬಾದತ್ತೆಡುಕಪೆಡ್ರ ಪೋಲ್ತವ್ರು ವಿಗ್ರಹ ಹಾಕಿ ತೀರ್ಕಂಡ ರಬ್ಬ. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തദ്ദ ഗദബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ഇങ്ങനത്തൊരു ഖൗമു, ഇങ്ങനത്തൊരു കൂട്ട ആൽമാര മേല് അള്ളാഹുര അർസ ഭയങ്കര ശക്തമായി പോയിര്. എങ്ങനത്തെ ആൽമാര മേല്? എങ്ങനത്തെ ആൽമാർ ചെന്നെങ്കിൽ ഏതൊരു ആൽമാർ അങ്ങളെ നബിമാറോ അങ്ങളോ നബിമാര ഖബറോ ഇബാദത്തെടുക്കുന്ന പോലത്തെ കേന്ദ്ര ഇത്താക്യാര. അങ്ങനത്തെ ആൽമാര മേൽ അള്ളാഹുര അർസ ഭയങ്കര ശക്തമായി പോയിര് ചെന്ത ഇതിക്കര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലത്. അപ്പൊ എവിടെ ഇതിക്കര് ഈ ഹദീസിലുള്ളത്? സ്വാലിഹീങ്ങളോ ഖബറിന്റെ വിഷയത്തില് അല്ലെ അമ്പ്യാക്കന്മാരെ ഖബറിന്റെ വിഷയത്തിൽ മിത്തിമീറുന്നത് അതൊരു വിഗ്രഹാക്കി തീർക്കറ് ചെല്ലത് എവിടെ ഇതിക്കര് ഹദീസിലുള്ളത്? അത് നാം മനസ്സിലാക്കണം. അതായത് ഈ ഹദീസിൽ 2 ഭാഗമുണ്ട്. ഇതിൽ 2ാമത്തെ ഭാഗ അതെന്താ ഇതിക്കര് ചെല്ലറോ? അള്ളാഹുര അർസ അങ്ങനത്തൊരു കൂട്ട ആൽമാര മേൽ ഭയങ്കര ശക്തമായി പോയിര് എങ്ങനത്തങ്ങ ഏതൊരു ആൽമാർ അങ്ങളെ നബിമാര ഖബറോ ഇബാദത്തെടുക്കற കേന്ദ്ര ഇത്താക്യാര. ഇതെന്താ ഇതിക്കര്? നബിമാര ഖബറിന്റെ വിഷയത്തിൽ മിത്തിമീറി പോണത് ഇതിക്കർ. നബിമാര ഖബറോ ഇബാദത്തർ കേന്ദ്ര എടുക്കற എങ്ങനെ? അവിടെ പോയിട്ട് അള്ളാഹുര ഇബാദത്ത് എടുക്കറോ അത് ഷിർക്കല്ല, അത് ബിദ്അത്ത് ഇതിക്കര്, അത് ഷിർക്ക് എത്തുപാട്ടർ പോലത്തെ ഇതിക്കര്. അങ്ങനെ അതിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നാമത്തെ ബിസ് ചെല്ലറ ഇതിക്കര്. ജന്നാമത്തെ ബിസ് എന്തായാലും പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ വിഷയത്തിൽ ചെല്ലത് എന്താ ഇതിക്കര്? അത് ഈ 2ാമത്തെ വിഷയ എത്തുപാട്ടർ പോലത്തെ വിഷയ ഇതിക്കര്. അതായത് യാ അള്ളാഹ് നണ്ട ഖബറിനെ നീന് ഇബാദത്ത് എടുക്കപ്പെട്ട പോലത്തെ ഒരു വിഗ്രഹ ഇതാക്കണ്ട റബ്ബ. അതെങ്ങനെ ഇതിക്കര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറു വർഷമേ അതായത് ഇബാദത്ത് എടുക്കപ്പെട്ട പോലത്തെ വിഗ്രഹ തീർറോ അത് 2ാമത്തെ വിഷയത്തിൽ ഇതിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത് വർഷമേ നബിര ഖബറിന്റെ വിഷയത്തിലും ആൽമാര് എന്തിനാക്കിയാറുണ്ടായെങ്കിൽ അവിടെ പോയിട്ട് അള്ളാഹുറോ ഇബാദത്ത് എടുക്കുന്ന പോലത്തെ ഒരു ജാഗ അതിൽ ആക്കിയാറുണ്ടായെങ്കിൽ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലങ്ങ മിത്തിമീറിയാറുണ്ടായെങ്കിൽ അങ്ങനത്തെ ആൽമാര മേലെ തിക്കറ് അള്ളാഹുറ അർസ ഭയങ്കര ശക്തമായി പോയത്. അങ്ങനെ ഒരു സമയം ആൽമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലും ആക്കിയാറുണ്ടായെങ്കിൽ ഫസ്റ്റ് വിഷയ സംഭവിക്കറ് എന്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച പോലത്തെ വിഷയ യാ അള്ളാഹ് നണ്ട ഖബറോ ഇബാദത്ത് എടുക്കപ്പെട്ട പോലത്തെ വിഗ്രഹ ആക്കണ്ട മാത്രം അത് സംഭവിക്കറ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൽ ചെന്ന 2ാമത്തെ വിഷയ ഒന്നാമത്തെ ದುವಾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് ದುವಾರ್ನದುಗುಲ್ಲೋ ಅದು ಗೆತ್ತುಪಾಟ್ರದುಗುಲ್ಲೋ ಕಾರಣ ಐತಿಕ್ಕರು. അപ്പം അത് ಐತಿಕ್ಕರು ഞങ്ങളെ വിഷയ എന്തോ നബിമാറാവട്ട് അല്ലെങ്കിൽ സ്വാലിഹീങ്ങ ഔലിയാക്കന്മാർ ഇങ്ങളെ ഖബറിന്റെ വിഷയത്തിൽ മിത്തിമീറത്. അതായത് അങ്ങളെ ഖബറിന് മുട്ട അള്ളാഹുര ഇബാദത്ത് എടുക്കരുത് അത് എവിടെ ಗೆತ್ತುപാಟ್ರು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച പോലത്തെ വിഷയായോ ഖബറോ വിഗ്രഹ ആക്കിത്ത് തീർക്കറ പോലത്തെ ഒരു വിഷയത്തെ അത് ಗೆತ್ತುപാಟ್ರು. ഇനി നോക്കൂ, ഇതൊരു ലൈവ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ, ഇതിഹാസത്തിൽ സംഭവിച്ച പോലത്തെ റിയൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളും നൽകിக்கிறேன். എങ്ങനെ ഖബർ വിഷയത്തിൽ മിത്തിമീറുന്നത് അതൊരു വിഗ്രഹ ആക്കി തീർക്കറ് ചെല്ലത്. നോക്കൂ, സൂറ നജ്മ് 19ാമത്തെ ആയത്ത് ഞങ്ങളെല്ലാം ക്ഷമ കേട്ട പോലത്തെ ആയത്ത് ഇതിക്കറ് അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെല്ലിയിരിക്കറ് നിങ്ങൾ ലാത്തും ഉസ്സറോ വിഷയത്തിൽ നിങ്ങൾ ചിന്തനാക്കില്ലേ ಅದರ ഹഖീഖತರ വിഷയത്തിൽ. ലാത്ത ഉസ്സ ಅಂದ್ರೆ ഇതിക്കറ് മുശ്രിക്കീങ്ങളെ 2 വിഗ്രഹ ಐತಿಕ್ಕರು ಹಂಗ ಇಬಾದತ್ ಎಡ್ತೋ ಬೋಲ್ತೋ 2 ವಿಗ್ರಹ ಐತಿಕ್ಕರು. ಈ ಲಾತರ ವಿಷಯത്തിൽ താബിഈ ಐತುಲ್ಲ ಬೋಲ್ತೋ മുജാഹിദ് റഹിമഹുല്ലാ. മുജാഹിദ് റഹിമഹുല്ലാറ് സഹാബി ಐತುಲ್ಲ ಇಬ್ನ್ ಅಬ್ಬಾಸ್ ರದಿಯಲ್ಲಾಹು ಅನ್ಹು ಸ್ಟೂಡೆಂಟ್ ಐತಿಕ್ಕರು. ಈ ಎಲ್ಲ ಪಲ್ಕತೋ ಮುಜಾಹಿದ್ ರಹಿಮಹುಲ್ಲರ ಪಲ್ಕತೋ ಮುಫಸ್ಸಿರ್ ಐತುಲ್ಲ ಬೋಲ್ತೋ മുഫസ്സിറിങ്ങൾ ഇമാം ആയിട്ടുള്ള പോലത്തെ ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ല അയാളെ തഫ്സീർ കിതാബില് മുജാഹിദ് റഹിമുള്ള തഫ്സീറോ ഈ ആയತರ വിഷയത്തുള്ള തഫ്സീർ കോട്ടാക്കി ചെല്ലറ്. മുജാഹിദ് റഹിമുള്ള ചെല്ലറ് കാന യലുത്തു ലഹുമുസ് സവീഖ ഫമാത ഫഅകഫു അലാ ഖബ്രിഹി. ഈ ലാത്ത ചെല്ലറ ആള്
എങ്ങനത്തെ ആളായിട്ട് കാന യലുത്തു ലഹുമുസ് സവീഖ് ആൽമാർഗ്. അതായത് അത് എങ്ങനത്തെ ആൽമാർഗ് ചെല്ലത് അത് നമുക്ക് വേറൊരു റിവായത്തിൽ വന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നത് കാന യലുത്തു സവീഖ ലിൽ ഹുജ്ജാജി ലിൽ ഹാജി. അതായത് ഈ ലാത്ത ചെല്ലറാല് ഹാജിമാർക്ക് ഹജ്ജാക്കൊക്കെ ബണ്ട പോലത്തെ ആൽമാർക്ക്. അതായത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബണ്ടോ മുന്നലൈതിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ಐತ ಬಣ್ಣ ಮುನ್ನಲು ಮಗ ಹಜ್ಜಾಕಿ ಎನ್ನಾರು. ഇബ്രാഹിം അലൈഹി സ്വലാം ദീനിൽ നിന്ന് ബാക്കി തിന്ന പോലത്തെ ഒരു ബിസൈ തിന്ത് ഹജ്ജ് ചെല്ലറതെല്ലാം അങ്ക് എന്ത് ചെയ്യുന്ന അള്ളാഹുവിന്റെ മേലെ അങ്ക് വിശ്വാസം. അപ്പൊ അതായത് ഹജ്ജാക്കോ ബണ്ട പോലത്തെ ഹാജിമാർക്ക് ഈ ലാത്ത ചെല്ലറാൽ എന്താക്കിക്കൊണ്ടിന്ത് അങ്ക് സവീഖ് ചെല്ലറ പോലത്തോ ഒരു തിന്നർതാക്കി കൊടുത്തോണ്ടിന്ത്. സവീഖ് ചെന്നെങ്കിൽ ബാർലി ಅದಕ್ಕೆ ತೆಲ್ಲ ತೇನು അല്ലെങ്കിൽ എന്തൊരു ചെല്ലറോ ഈസ് എണ്ണ അല്ലെങ്കിൽ ഇങ്ങനത്തത് ഈത്തബല ഇതെല്ലാം ഇട്ട് താക്കറ പോലത്തെ ഒരു ടൈപ്പ് ഒരു തിന്നറ ബസ്ത ಐತಿಕ್ಕರ್ അല്ലെങ്കിൽ ഒരു കുടിക്കിற പോലത്തെ ബസ്ത ಐತಿಕ್ പായസം ഉണ്ടല്ല ചെല്ലറാർ. അപ്പൊ ഈ ബസ്തರು അയാള് ഹാജിമാർക്ക് ഹജ്ജാക്ക ബണ്ട പോലത്തെ ഹാജിമാർഗിയല് ഇതാക്കി തങ്കിങ്ങനെ എന്തൊരു ചെല്ലറോ അങ്കൊരു ഫ്രീ ಐತೆ അയാള് അങ്ക് തിന്നുപാട്ടി ಹೊಂಟಿಂತ. ഇതിൽ നിന്ന് എന്ത്ര മനസ്സിലാവും ഒരു ಸಾಲಿಹಾಯ ಆಲೈತಿಂತ ಆಲ್ಮಾರ್ಗೆ ഇങ്ങനെ സദഖാക്കറ പോലത്തെ ആലൈത്തിಂತ ഹാജിമാರು ഖിദ്മത്ത് എടുക്കറ പോലത്തെ ആലൈത്തിಂತ ഇയാള്. അപ്പൊ ഇയാള് ഇങ്ങനെ ആക്കി എന്ത് പിന്നെ എന്തൊരു ചെല്ലറ മുജാഹിദ് റഹിമുള്ള ഫമാത്ത. അപ്പൊ അയാൾ മരിച്ചിട്ട് ലാത്ത ചെല്ലറ ആൾ മരിച്ചപ്പ ഫഅഖഫു അലാ ഖബ്രിഹി. അയാൾ മരിച്ചപ്പ അയാള് ഈ ഒരു സവീഖ് ചെല്ലറ സാമന ആക്കിക്കൊണ്ടിരുന്നത് അതൊരു ബണ്ടക്കല്ലറ മുട്ട ಐತಿಂತ. അയാൾ മറിച്ചപ്പ ആ ബണ്ടക്കല്ലറ മുട്ടമേ അയാൾ എന്താക്കിയാറ് അയല്ലോ മറമാടിയാറ് അയല്ലോ ദഫനാക്കിയാറ് അവിടെ ഖബർ അയാളെ ഖബർ അവിടെ ഉണ്ട്. അപ്പൊ അയാൾ മറിച്ചാൽ പിന്നെ ആക്കഫു അല ഖബ്രിഹി ഹാജിമാർ എപ്പല്ല ആ തെരുവിൽ പോയിട്ടിരുന്നാറ് അപ്പെല്ലാം ഇയാൾ സ്വാലിഹായ ഒരാളല്ലേ ഞങ്ങൾക്ക് ചമ്മ തിന്നുപാട്ടു എന്തല്ലേ ഹാജിമാർ ചമ്മ ഖിദ്മത്ത് ആക്കിയതല്ലേ ചെന്ത് എന്താക്കിയാറ് ഇയാൾ സ്വാലിഹായ ആള് ചെലുത്ത് ഇയാൾ ഖബറിന്റെ മുട്ട പോയി ദച്ചോണ്ടിരുന്നാറ് തെല്ലാറാ ഒരു ബർക്കത്ത് എടുക്കുന്ന രൂപത്തിൽ ഖബറിന്റെ മുട്ട പോയി ദച്ചോണ്ടിരുന്നാറ്. പിന്നെ ക്രമേണ മെല്ലെ എന്തൈತಿ ആ ഖബർ ഇബാദത്ത് എടുക്കുക സ്റ്റാർട്ട് ആക്കിയാറ്. പിന്നെ ആ ഇബാദത്ത് ഖബറിൽ നിന്ന് എന്തിടത്തേക്ക് ട്രാൻസ്ഫർ ಐತಿ ಅವನು ಆ ಲಾತ ಚೆಲ್ರಾಲು ಆ ಸವೀಕ ಚೆಲ್ರ ಸಾಮಾನ ಹಾಕ್ಯೋ ಇನ್ನ ಪೊಲ್ತು ಆ ಬಂಡೆಕಲ್ಗದು ಬಂಡೆಕಲ್ರ ಮೇ ಇಬಾದತ್ എടുக்கிற പോലത്തെ അവസ്ഥയ്ക്ക് ಬಂತೆತ್ತಿತ್ತು. അപ്പൊ നോക്കൊരു പിന്നെ ഞങ്ങൾക്ക് പിരിയുണ്ട് അതൊരു വിഗ്രഹം എത്തിയത് ലാത്ത ചെല്ലറ തങ്ങളെ വലിയൊരു വിഗ്രഹം എത്തിക്കർ. അപ്പൊ നോക്കൊരു ലാത്തറോ അസുൽ എന്തൊരു എത്തിക്കർ ആ ലാത്ത ചെല്ലറ ആലോ ഖബറിന്റെ വിഷയത്തിൽ മിത്തിമീറി പോയത് എത്തിക്കർ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇത് വലിയ ക്ലിയർ ആയ ഒരു എക്സാമ്പിൾ എത്തിക്കർ ഒരാളെ ഖബറിന്റെ വിഷയത്തിൽ മിത്തിമീറത് എന്തിനാക്കി തീർക്കർ ആ ഖബറു അള്ളാഹുറൊಟ್ಟಿಗೆ ಇಬಾದತ್ എടുக்கிற പോലത്തെ ഒരു വിഗ്രഹം ആക്കി തീർക്കർ ചെല്ലറதுக்கு വലിയൊരു ഉദാഹരണ ಐತಿಕರ್ ಈ ಲಾತರ ಉದಾಹರಣ. ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ಇವರು ಯಾഥാರ್ಥ್ಯತೆ മനസ്സിലാക്കിയിട്ട് ഈ ഒരു ഹഖീഖത്തിനെ മനസ്സിലാക്കിയിട്ട് ആരല്ല ഷിർക്കിൽ പൂന്തുള്ളാരാ അങ്ങ ഈ ഖബർ മൈത്ത് ബന്ധപ്പെടുത്തുള്ള പോലത്തെ എല്ലാനಂತ ഷിർക്കರು ബുടകും ನಂಕದಂಕ ಚಂತ ಕೊಡಗುം ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ತೌಫೀq ತರಟ್ಟಿ. ಆಮೀನ್. وهذا والله تعالى عالم صلى الله على نبينا محمد وعلى آله وصحبه وسلم.